നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകി നടി വിൻസി അലോഷ് എന്ന വാർത്ത. ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറി എന്നാരോപിച്ചാണ് ഫിലിം ചേംബറിനും സിനിമയുടെ ICCക്ക് പരാതി നൽകിയത്. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സംഭവം നടന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, വിൻസി അലോഷ്യസിന്റെ ആരോപണങ്ങളിൽ എക്സൈസ് പരിശോധന നടക്കാനിരിക്കുകയാണ്. നേർക്കുന്ന ഒരു പരാതിയുമായി തന്നെ നടി രംഗത്തെത്തിയിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ ഒരു കേസിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതേ ഉള്ളൂ. അപ്പൊ എന്താണ് നടിയുടെ പരാതിയിൽ പറയുന്നത്? എന്താണ് അതിന്റെ ഗൗരവം? വിഷ്ണു. ഹാഷ്മി, ഇന്നലെ ഉച്ചയോടുകൂടി ഫിലിം ചേംബറിന് നടി പരാതി നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം. അമ്മയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിലേക്ക് വിഷയവുമായി ബന്ധപ്പെട്ട എക്സൈസ് കടക്കുന്നതിനിടയിലാണ് നടി ഈ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയത്. പക്ഷേ ഇത് ഒരു നിയമപരമായ നടപടിയിലേക്ക് പോകുന്നതിന് എക്സൈസിനെ അടക്കം ഗുണകരമാകുന്ന രീതിയിലാണ് നിലവിൽ നടിയുടെ പരാതി പരിഗണിക്കപ്പെടുന്നത്. ഇന്നലെ സജി നന്ദേട്ട് അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു, പരാതി ലഭിച്ചാൽ നടി ഈ ആരോപണ വിധേയനായ നടനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന്. ഈ ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ ഷൈൻ ടോം ചാക്കോ ആണ് എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഒരു വ്യക്തത വന്നിരുന്നു. പക്ഷേ അവർ ആ പേര് പറയാത്ത പശ്ചാത്തലത്തിൽ നമുക്ക് അത്തരത്തിൽ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ചയോടുകൂടി അവർ ആ പേര് പരാതിയിൽ ഉന്നയിച്ചാണ് നൽകിയത്. ഇനി ഷൈൻ ടോമിനെതിരെ ഒരുപക്ഷെ അമ്മയടക്കം നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു: താനും ഷൈൻ ടോം ചാക്കോയും ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമാ സെറ്റിൽ ഈ നടൻ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറി. ഇയാൾ ലഹരി ഉപയോഗിക്കുന്നത് താൻ കണ്ടു, ഒരു വെളുത്ത പൊടി തുപ്പുന്നത് കണ്ടു എന്നുള്ളതായിരുന്നു നിലവിൽ വിൻസി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിൽ വ്യക്തമാക്കിയത്. ഷൈൻ ടോമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊക്കൈൻ കേസ് 2014 രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ അടുത്താണ് അയാൾ കുറ്റമുക്തനാവുന്നത്. അതിന് പിന്നാലെ ചേർത്തലയിൽ പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായി നിൽക്കുന്ന ആളാണ്. അതിന് പിന്നാലെയാണ് ആ സിനിമയിൽ അഭിനയിച്ച ഒരാളുടെ ഭാഗത്തുനിന്ന് ഷൈൻ ടോമിനെതിരെ ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തൽ വന്നിട്ടുള്ളത്. സിനിമാ സംഘടനകളടക്കം വലിയ ഗൗരവത്തോടെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫെഫ്ക അടക്കമുള്ള സംഘടനകൾ സിനിമയിൽ ജാഗ്രതാ സമിതികൾ ലഹരിക്കെതിരെ രൂപീകരിച്ചൊരു സമയം കൂടിയാണിത്. അതുകൊണ്ട് ഷൈൻ ടോം ചാക്കോക്കെതിരെ സംഘടനാ തലത്തിൽ നടപടികൾ ഉണ്ടാകും. ഒപ്പം അതിനപ്പുറത്തേക്ക് ഇതൊരു ക്രിമിനൽ കുറ്റമായി മാറും. ഈ പരാതി ഉണ്ടെങ്കിൽ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊക്കെ എക്സൈസ് സമാഹരിക്കും. അതിന്റെ പ്രാഥമിക നടപടികളൊക്കെ എക്സൈസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് വിൻസിയുടെ ഭാഗത്ത് വന്നത്. അതൊരു പരാതിയായി സിനിമാ സംഘടനകളിലേക്ക് പോയിരിക്കുന്നു. ഇനി ആ പരാതി അവർ അത് എക്സൈസിനും പോലീസിനും കൈമാറുമോ എന്നാണ് അറിയാനുള്ളത്. ഹാഷ്മി.